ഹലോ, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചേച്ചിയുടെ മോൻ്റെ 1ാം പിറന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. പിന്നെ എല്ലാവരോടും ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളുടെ വീഡിയോ കണ്ടിട്ട് പോവുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. എന്നാലേ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഏട്ടൻ്റെ ഓട്ടോറിക്ഷയിൽ പോവുക കേട്ടോ. ഫസ്റ്റ് നമുക്ക് പോളിയോ കുടിക്കണം. പോളിയോ കുടിച്ചതിന് ശേഷം വേണം പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ പോളിയോ കുടിക്കാൻ വേണ്ടി കൂറ്റനാട് നമ്മളെ ഹെൽത്ത് സെൻ്ററിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ നിന്ന് കല്ലുവിനും ചാച്ചുവിനും കിച്ചുവിനും ആണ് കേട്ടോ പോളിയോ കൊടുക്കാനുള്ളത്. അവർ തുള്ളിമരുന്നൊക്കെ കുടിച്ച് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. ഞങ്ങൾ നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് എത്തിയത്. അപ്പോൾ നോക്കുമ്പോൾ തിരക്കില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേഗം അതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞു. പോളിയോ കുടിച്ചു, കൈൻ്റെ മീതെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അംഗനവാടി ടീച്ചറുണ്ട് കേട്ടോ അവിടെ. ടീച്ചറാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്നത്. അപ്പോൾ ഞങ്ങളുടെ പോളിയോ കുടിക്കലൊക്കെ കഴിഞ്ഞു, മാർക്ക് ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ട് ടീച്ചറോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടിയിലേക്ക് പോന്നു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി വണ്ടിയിൽ കയറി അവിടെ ടീച്ചർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് ദൂരം പോരാനുണ്ട്. വഴിയിൽ കുറച്ച് പകുതി എത്തിയപ്പോഴത്തേന് ഓരോരുത്തരായിട്ട് ഉറക്കം തുടങ്ങി. പാറും കിച്ചും കല്ലും കൂടിയിട്ട് നല്ല ഉറക്കമാണ് കേട്ടോ അവർ. ഞങ്ങളിങ്ങനെ ബാക്കിയുള്ള 3 പേരും വഴിയിലുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ നല്ല രസമുള്ള ഒരു കാഴ്ച കണ്ടു കേട്ടോ. നിറയെ വലിയ പാടം നിറയെ ആമ്പൽ വിരിഞ്ഞ് നിൽക്കുന്നു. പക്ഷെ വീഡിയോയിലേക്ക് അത്ര ഭംഗി തോന്നിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ പാടത്തിൻ്റെ അങ്ങേ അറ്റത്തായിട്ടൊരു റെസ്റ്റോറൻറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് വരുന്ന ആൾക്കാരും ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അവിടെയൊക്കെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ സൈഡ് ഇത് മൊത്തം കായലാണെന്ന് തോന്നുന്നു. കായലും പാടം കൂടി കിടക്കണ കാരണമായിരിക്കും ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ സൈഡിൽ നിറയെ വെള്ളം കാണാനുണ്ട്, ഈ സൈഡിൽ പാടമാണ്. ആ പാടത്ത് നിറയെ ആമ്പലും വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നേരത്തെ എടുത്ത വീഡിയോനേക്കാളും നല്ല സ്പോട്ട് കിട്ടിയപ്പോൾ അതെടുക്കാൻ വേണ്ടി ഫോണ് തിരിച്ചു തട്ടോ. പക്ഷെ കാടായിപ്പോയി, മൊത്തം മരങ്ങളായിപ്പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു വഴി കിട്ടി. അപ്പോൾ ചേച്ചി എന്നെ കളിയാക്കുകയും ചെയ്തു, എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ എൻ്റെ അവസ്ഥ എന്ന്. അപ്പോൾ കണ്ടു, നല്ല രസമുണ്ട് അല്ലേ. അപ്പോൾ ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ വഴി തെറ്റിപ്പോയോ ഒരു സംശയം, വഴി മാറിയോ എന്നുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് ഒരു വീട്ടിൽ ഒരാൾ എന്നെ ചോദിച്ചു കേട്ടോ. അപ്പോൾ കറക്റ്റ് തന്നെയായിരുന്നു, വഴി കറക്റ്റ് തന്നെയായിരുന്നു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. കുറേ ആയി ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട്. അപ്പോൾ ബസ്സിലൊക്കെ വന്നത് തന്നെയാണ്. പക്ഷേ കുറച്ചെത്തിയപ്പോഴേ ഒരു സംശയം, നമുക്ക് കുറേ കാലമായിട്ട് പോകാണ്ടിരുന്നുണ്ടെങ്കിൽ ഒരു സംശയം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു സംശയം കേട്ടോ. ഇന്ന് ഞങ്ങൾ തേടി പിടിച്ചെത്തി. വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, കുറേയൊക്കെ നമുക്ക് അറിയണ കാരണം ഇങ്ങനെ പോന്നു. അപ്പോൾ ഞങ്ങൾ എത്തി. ഇവിടെ സിന്ധു ചേച്ചിയും കുഞ്ഞുമോളും അപ്പവും വൈകമോളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. കുഞ്ഞുമോൾക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് വൈകക്കുട്ടി. അപ്പോൾ അങ്ങനെ അതൊക്കെ കണ്ടിട്ട് അവരോട് സംസാരിച്ചിട്ടൊക്കെ കുറച്ച് നേരം നിന്നു. അപ്പോഴത്തേനും കേക്ക് മുറിക്കാനായി. ചേച്ചിയുടെ മോളും മോനും കൂടിയിട്ടാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. ആ ചെറിയ കുട്ടി ഏട്ടൻ്റെ കുട്ടിയാണ്. അപ്പോൾ അവരുടെ കേക്ക് മുറി ഒക്കെ കേക്കൊക്കെ മുറിച്ചു. ആൾ നല്ല വാശിയിലായിരുന്നു. കേക്ക് മുറിക്കണ ഈ ഒരു സമയം മാത്രം കുറച്ച് നേരം റെഡി ആയിട്ടിരിക്കണത്. ഞങ്ങൾ ചെല്ലുമ്പോഴൊക്കെ നല്ല വാശിയിലായിരുന്നു കേട്ടോ. ഉമ്മർത്ത് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി അവിടെ നിൽക്കുമ്പോൾ തിക്കും തിരക്കും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുറ്റത്തേക്ക് ഇറങ്ങി മാറി നിന്നു കേട്ടോ. ഈ കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അവർക്ക് അങ്ങനെ നിൽക്കുമ്പോൾ വല്ല ബുദ്ധിമുട്ടും തോന്നിയാലോ. അപ്പം എന്നിട്ട് ശ്രേയനെ ഫോൺ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ മുറ്റത്തേക്കുണ്ട്, ഞാനും അമ്മയും മുറ്റത്തേക്കുണ്ട് മാറിയിരുന്നു. ബാക്കി എല്ലാവരും ഇവിടെ അകത്തുണ്ട് കേട്ടോ. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കേക്കും മിഠായിയൊക്കെ മാളക്കുട്ടി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതിനും നമ്മളെ പിറന്നാളുകാരും വാശിയും കുറുമ്പൊക്കെ ആയിട്ട് ഓരോരുത്തരൊക്കെ തേറി പോക്ക് തുടങ്ങി. ഇല്ലാച്ചാൽ അവന് കരച്ചിൽ വാശിയൊക്കെ ആയിരുന്നു. അപ്പം പിന്നെ അവൻ്റെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ അങ്ങനെ ആളേനെ കിട്ടിയില്ല കേട്ടോ.
ഞങ്ങൾക്ക് മിഠായി കേക്കും ഒക്കെ എത്തി. ഞങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ട് അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീടിൻ്റെ മുകളിൽ പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നിട്ടില്ല. അപ്പം എന്നാൽ മുകളിലൊക്കെ പോയിട്ടൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. എന്നിട്ട് അവിടെ നിന്ന് നേരെ ഞങ്ങൾ മുകളിലേക്ക് പോയിട്ടോ. അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ നടക്കാനേ, കോണി കയറാനൊന്നും വയ്യ, കാല് വേദനിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അമ്മ താഴ്ത്തിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി മുകളിലേക്ക് പോയി. കുറച്ച് നേരം ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യാമല്ലോ, താഴത്തെ അത്ര ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മീതൊക്കെ പോയി റൂമുകളും ഒക്കെ കണ്ടു. പിന്നെ കുറച്ച് നേരം അങ്ങനെ ബാൽക്കണിയിൽ വന്ന് നിന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിന്ധിച്ച് പറഞ്ഞു എല്ലാവർക്കും കൂടിയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കാടി വായോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി സെൽഫി എടുക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സെൽഫി എടുത്തു. ഞങ്ങളെ മക്കളെല്ലാവരും കൂടി എന്നിട്ടുള്ളൊരു ഒരു ഫോട്ടോ എടുത്തു. നമ്മളെല്ലാ കുട്ടിപ്പട്ടാളങ്ങളും ഉണ്ട് കേട്ടോ. അതിൽ പിറന്നാളുകാരൻ മിസ്സിങ് ആണ്. അത് കഴിഞ്ഞ് എല്ലാവരും താഴത്തേക്ക് വന്നപ്പോൾ അവരെന്നെ നോക്കാൻ വേണ്ടി ഞാൻ മുമ്മർത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇനിയും മക്കളെന്നെ പിടിച്ച് ചോറിനാനിരുത്തി. ബാക്കി ആരും ചോറിനിട്ടില്ല, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു പന്തിയിലിരിക്കണത്. അപ്പോൾ ശ്രേയ വീഡിയോ എടുക്കണ കണ്ടിട്ട് അവിടുത്തെ ഒരു ചേട്ടൻ എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി എത്തി നോക്കിയത് കേട്ടോ അത്. അപ്പം അങ്ങനെ ഞാനും മക്കളൊക്കെ കൂടി ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് ശ്രേയയും അമ്മയും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചായിരുന്നത്. പിന്നെ കുട്ടികളെ നോക്കാൻ ഞാനും ഒക്കെ ഉണ്ടല്ലോ. അപ്പം എൻ്റെ അടുത്ത് കുട്ടികളെ ഏൽപ്പിച്ചിട്ട് കിച്ചുവിനെയും കല്ലുവിനെയാണ് മെയിനായിട്ട് നോക്കാറുള്ളൂ. മറ്റുള്ളവർ അവിടെ ഇങ്ങനെ ഇരിക്കും. ഞാനും കുട്ടിപ്പട്ടാളംസും കൂടിയിട്ട് അങ്ങനെ ഇരുന്നു. അവരൊക്കെ ചോറുണ്ടിട്ട് വന്നു. ഇത് ശ്രേയയുടെ ഇലയിലത്തെ ചോറ് കേട്ടോ. അവൾക്ക് വിളമ്പണത് ആൾ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ എടുത്തു തന്നതാണ്. അങ്ങനെ കുട്ടി ഭക്ഷണമൊക്കെ കഴിക്കാനാണ് ആ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് തരുമോ മേമയ്ക്ക് ചോറുണ്ണണത് ഇലയിലത്തേന്നൊക്കെ ചോദിച്ചപ്പോൾ അവൾ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളകത്തായിരുന്നു. അകത്തങ്ങനെ ഇരുന്നു. പിന്നെ അത് അവളുടെ ചോറിനെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ കിച്ചുവിന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിൽ വാങ്ങിച്ചു. അവനെ ഇലയിൽ ഇരുത്തിയപ്പോൾ അവന് ഇരിക്കണില്ല. അപ്പം അങ്ങനെ അവനുള്ള ചോറ് ഞങ്ങൾ ഇങ്ങനെ വടുക്കോർത്ത് നടന്ന് കഴിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളകത്ത് കയറി. പിന്നെന്താ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞു. പിന്നെ ഇങ്ങനെ മക്കളൊക്കെ ഓണായി കളി തുടങ്ങി. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കളിച്ചു. സിന്ധുവേച്ചി ഇരിക്കുന്നുണ്ട്. സിന്ധുവേച്ചിയുടെ അടുത്തേക്ക് വരാണ്ട് എൻ്റെ അടുത്തേക്ക് വരിക കേട്ടോ. സിന്ധുവേച്ചി വിളിക്കുന്നുണ്ട്, അപ്പോൾ പോണില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കളിയൊക്കെ ആയിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. അപ്പം അങ്ങനെ പിറന്നാളിന് വീർപ്പിക്കാനുള്ള കുറേ ബലൂണും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ബലൂൺ കിട്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ട് സിന്ധുവേച്ചിയെ കൊണ്ട് വീർപ്പിക്കുക കേട്ടോ. അടുത്തത് കൊണ്ടുവരൂ പറഞ്ഞിട്ട് സിന്ധുവേച്ചി ഇങ്ങനെ വീർപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാം ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ എനിക്ക് ബലൂണൊക്കെ വീർപ്പിക്കാൻ നല്ല പഠിച്ചു, മറ്റേത് എനിക്ക് കവള് വേദനിക്കായിരുന്നു എന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്താ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോരാൻ വേണ്ടി പുറപ്പെട്ടു കേട്ടോ. പുറത്തേക്ക് ഇറങ്ങി, യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി. ഇനി ഇപ്പം തന്നെ സമയം 2 മണിയായി. ഇനി കുറച്ച് വീട്ടിൽ വന്നിട്ടും അമ്മയ്ക്ക് കുറച്ച് കുടുംബശ്രീയുടെ മീറ്റിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകണ്ടേ. ഇനി ഇരുന്ന സമയം വൈകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ എല്ലാവരും ചേച്ചിയുടെ അമ്മയും നാത്തൂനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങളിതേ പുറത്തേക്ക് പോന്നു. അപ്പോൾ ഉണ്ണിയേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണിയേട്ടനെ വല്യമ്മോടും ചേച്ചിയോടൊക്കെ യാത്ര പറഞ്ഞു. എന്നിട്ട് വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. സിന്ധേച്ചിയും വൈകിയും സ്കൂട്ടിമിലാട്ടോ വന്നിരിക്കണത്. അതുപോലെ അപ്പവും കുഞ്ഞുമോളും അവിടെ നിന്ന് സ്കൂട്ടിമിലാണ് വന്നിരിക്കണത്, ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ. സിന്ധേച്ചി അങ്ങനെ വീട്ടിലേക്ക് പോകും, സിന്ധേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് വീട്ടിനടിക്കും വരും കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് വരുന്ന വഴിക്ക് അമ്പലിൻ്റെ പാടം കാണിച്ചെന്നില്ലേ ഞാൻ, അവിടെ നിന്ന് നിർത്തി തരണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2-3 ഫോട്ടോ എടുക്കാൻ. പക്ഷെ ആകെ ചളായിപ്പോയി. മക്കളെല്ലാവരും കൂടി അങ്ങോട്ട് ഇറങ്ങിയിട്ടേ അങ്ങോട്ട് ഒരു സ്വൈര്യമില്ലാത്ത കൂട്ടത്തിലായി. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ വണ്ടിയിൽ എല്ലാവരും പിടിച്ച് വണ്ടി കയറ്റി. എനിക്കാണെങ്കിൽ നല്ലൊരു ഫോട്ടോയോ വീഡിയോയോ എടുക്കാനും പറ്റിയില്ല. ഒരു ടെൻഷൻ ഉള്ള മൂഡായ കാരണം. മക്കൾ പെട്ടെന്ന് അങ്ങനെ റോട്ടിലേക്ക് പോയാലോ. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു മീൻ ചട്ടി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് കേട്ടോ, ഞാനത് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കാണ്. അതിലേക്ക് ആൾക്കാരെ ഹോട്ടലിൻ്റെ ഉള്ളിൽ മൊത്തം നിറയെ ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഈ പുറത്തും വെയിറ്റ് ചെയ്യാണ് ആൾക്കാർ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ഈ റോഡും അത് കാരണം കുറച്ച് ഇങ്ങനെ തിരക്കുണ്ട്.
വണ്ടികളും ഒക്കെ ആയിട്ട് നല്ല തിരക്ക് തോന്നി എനിക്ക്. അപ്പോൾ പേടി, കുട്ടികളെങ്ങാനും പെട്ടെന്ന് റോട്ടിലേക്ക് എങ്ങാനും ഓടിയാലോ, അവരുടെ മൈൻഡ് എപ്പോഴാണ് മാറുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ എല്ലാവരെയും പിടിച്ച് വീണ്ടും വണ്ടിയുടെ ഉള്ളിൽ കയറ്റി. എനിക്കൊരു സമാധാനമില്ല അങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ അപ്പുറത്തൊക്കെ സൈഡിലേക്ക് പോയിട്ട് അങ്ങനെ സൈഡിൽ നിന്ന് അടുത്തേക്ക് 2 പാമ്പലൊക്കെ പറിച്ചൊരു വീഡിയോ ഒക്കെ എടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ പ്ലാനിങ്. പക്ഷെ പ്ലാനിങ് ഒന്നും വർക്കൗട്ടായില്ല. എന്നിട്ട് ഞാൻ ഈ സൈഡിൽ തന്നെ നിന്നിട്ട് കുറച്ച് വീഡിയോ 2 വീഡിയോ എടുത്തു. ഇങ്ങനെ നിൽക്കണ ഇത് ശ്രേയമോൾ എടുത്താൽ കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ തന്നെ നിൽക്കണ ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്നിട്ട് ആലോചിച്ച് നിൽക്കണ ഒരു വീഡിയോ എടുക്കാനായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. പിന്നെ എന്നിട്ട് ഇവിടെ നിന്ന് പിന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് ആമ്പലിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയതാണ്. പക്ഷേ ആമ്പലൊന്നും ക്ലിയർ ആയിട്ട് കാണാനില്ല. ഈ വെള്ളം മുട്ട് പോലെ നിൽക്കണതൊക്കെ ആമ്പലാണ് കേട്ടോ. ഇങ്ങനെയല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാൻ ഉദ്ദേശിച്ച പോലെക്ക് വീഡിയോ കിട്ടിയില്ല. അത് കാരണമാണ് കേട്ടത്. പിന്നെ ഞങ്ങൾ നേരെ വണ്ടിയുടെ ഉള്ളിൽ കയറി എല്ലാവരും കൂടി തിരിച്ചു പോന്നു. അത്ര ഉണ്ടായുള്ളൂ കേട്ടോ. അങ്ങനെ തിരിച്ച് അവിടെ നിന്ന് വീണ്ടും വീട്ടിലേക്ക് പോകുന്നു തുടങ്ങി. എല്ലാവരും ഇപ്പോൾ നല്ല ഓണാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ ഓഫാവും കേട്ടോ. അവരെന്നെ എല്ലാവരും കൂടിയിട്ട് കയ്യിൽ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരെയും താഴത്ത് ഇരുത്തി ഞാൻ. അവിടെ ഇരുന്നപ്പോൾ കാലുമ്മ ചാരിയിട്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ. കിച്ചും ഉറങ്ങി, കല്ലും ഉറങ്ങി. അപ്പോൾ 2 കൈയും ഫ്രീ അല്ല. പിന്നെ ഒരാളെന്നല്ലേ അമ്മയ്ക്ക് മടിയിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവരോട് എല്ലാവരും കൂടിയിട്ട് കാലിൻ്റെ അവിടെ കാലുമ്മ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കട്ടോ പാറും ചാച്ചും കൂടിയിട്ട്. പാച്ചു അങ്ങനെ പറഞ്ഞിട്ട് കേട്ടില്ല. പാച്ചു നമ്മുടെ മടിയിൽ കയറിയിരുന്നു. ഒരു നല്ല കുട്ടികളായിട്ട് അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങി. നല്ല ഉറക്കം ഉറങ്ങിയിട്ടോ. എന്നിട്ട് ഇതാ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും ഇറങ്ങിക്കോളി, വണ്ടി ഇതുവരെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെന്നൊക്കെ വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ടു. ഉണ്ണിയേട്ടൻ എവിടെ പോവാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ വിളിച്ച് നോക്കുമ്പോൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. കാരണം ഞാൻ പോകണില്ല പറഞ്ഞിട്ട് ഉണ്ണിയേട്ടൻ തിരിച്ചു വന്നു കേട്ടോ. പോയില്ല, അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ടു. ഇത് ചേച്ചിയുടെ വീടാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ചേച്ചിയുടെ വീട്ടിലൊന്ന് വന്നിട്ട് അങ്ങനെ പോവാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് വന്നു. പിന്നെ ഞങ്ങൾ 2-3 സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്ക്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ചു പോരുകയാണ്. അപ്പോൾ ചാച്ചുവിനോടും കൂടിയിട്ട് വർത്തമാനം പറഞ്ഞിട്ട് ഞാനിങ്ങനെ പോരും. അമ്മയ്ക്ക് കുടുംബശ്രീക്ക് പോകാണ്ട് ഞാൻ അങ്ങനെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു.